സമയം ഇപ്പോൾ രാവിലെ 10 മണിയാവുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി വണ്ടിയിൽ റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക്. ഈ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, എലിൻ്റെ വർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലുടൻ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടുന്നതൊക്കെ വയറ് നിറച്ച് കൊടുക്കും കേട്ടോ. ഇതാണ് ഇന്നത്തെ മാംഗ്ലൂരിലെ റേറ്റ്. അങ്ങനെ വണ്ടിയിൽ ഡീസലൊക്കെ ഫിൽ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. കർണാടകയിലെ നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പുറത്ത് ഗാർഡനും ഒക്കെ ഇവിടെ എന്തോ സദ്യയൊക്കെ ഉള്ളതാ. നമ്മൾ ഇതുവഴി ആടി അന്ന് ഉടുപ്പിക്ക് പോയത്. കർണാടകയുടെ തനി ഗ്രാമപ്രദേശം. വെള്ളം കുറവാണ്. വരൾച്ച ആകുമ്പോ പിന്നെ അതൊരു പഞ്ചായത്തല്ലായിരുന്നു, അതൊരു വാർഡാണ്. വാർഡിലെ മാത്രം മെമ്പർ ചെയ്ത പണി എനിക്ക് പിള്ളേർക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വാർഡിൽ ഈ ഒരു ഇടയിലുണ്ടായിരുന്ന വാർഡ് ശരിയല്ല, അവിടുത്തെ ഭരണം ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഇത് ആൾക്കാർ തിങ്ങി പറക്കുന്നോണ്ട് സ്ഥലം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അവിടെ കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും അടുത്ത വാർഡില് റോഡ് മോശമായി. വീണ്ടും മോശമല്ല, ചെറുതൊന്നും അത്ര മോശമായിട്ട് പറയാൻ പറ്റും. നല്ല റോഡും നല്ല വീതിയാണ്, വാർഡുകളാണ്. അറിയിട്ടില്ല 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നല്ലത്. പിന്നെ ഉടുപ്പി 29, ധർമ്മസ്ഥല 28. ചെറിയൊരു ജംഗ്ഷനിലോട്ട് ഒരു സ്ഥലം പോലും നമുക്കൊന്ന് വാങ്ങിക്കാൻ പറ്റില്ല, എല്ലാം കന്നഡയാണ്. ചുരുക്കം ഇംഗ്ലീഷിൽ. ആരുടെ മണ്ണിലേക്ക് ഒരു അമ്പലം ഉണ്ടോ, അതാണ് കൊടിയൊക്കെ കാണുന്നത്. റോഡ് സൈഡിലുണ്ടോ ഒരു ഭാഗം. അയ്യോ, അതിന്റെ പുറകിലൊരു വീട്. ഇവിടെ എല്ലാം പാറയാണേ, ഒത്തിരി പാറ കിട്ടും കേട്ടോ. അതെ, അവിടെ എഴുതി വെച്ചത് റബ്ബർ പ്ലാന്റേഷൻ. അതാ ഞാൻ പറഞ്ഞു, അവിടെ ബോർഡ് ഉണ്ടായിരുന്നു റബ്ബർ പ്ലാന്റേഷൻ. അതാ എന്റെ സംശയം. കാരണം ഇത്രയും ഇടുക്ക് വഴികള് നമ്മ ഉടുപ്പിക്ക് പോകുന്നത് നല്ല ഹൈവേ റോഡുകൾ പോകണ്ടേ, ഇതാണ് ഉടുപ്പിക്ക് പോകുന്നത്. റോഡ് പോലും ശരിയില്ല, റോഡെല്ലാം പോയി കിടക്കണം. ഇതുകൊണ്ട് നമ്മള് വെച്ച് ഓപ്പറേറ്റ് പോയപ്പോ നമ്മൾ വിചാരിച്ചു നമ്മുടെ വീട് ഓപ്പിക്കൊണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടി. നീയാണ് മാപ്പിട്ടത് ആള്. അമ്മച്ചി പറയുന്നില്ല, അമ്മച്ചി പറയുന്നത് പോകുക അല്ലേ. സഫാരി ഏതാണ്ട് ഒരു കുഴിയിലോട്ട് ഇറങ്ങാൻ പോകുന്നു. പോരുന്നത് കാര്യമായി.
ആ ഏതായാലും നല്ല റോഡിലോട്ട് കയറി. എന്താ KCB എന്നൊക്കെ KRCDC. ആ മനുഷ്യന് നടുവേദന എടുക്കുമല്ലോ. അത് ഇവിടെ തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. നെല്ലി വരെ കമുക കൂടുതൽ. അങ്ങനെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ കർണാടകയുടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണിച്ചു തന്നു. കാടും മലയും പുഴയും ഒക്കെ കാണിച്ചു തന്നു. അവസാനം ചുറ്റിക്കറക്കി ഉടുപ്പിയിലേക്ക് എത്തിച്ചിട്ടുണ്ടേ. ഇന്നലെ ഗോവയിലെ ചില ഗ്രാമപ്രദേശത്ത് പുള്ളി ഹെൽമെറ്റ് വെച്ച് എടുക്കണേ. വണ്ടി ഇതാ ബജാജാ, പണ്ടത്തെ ബജാജാ. പണ്ടത്തെ ബജാജ് കൂളായിട്ട് നേരെ പോകും എനിക്ക് തോന്നുന്നു. ഇതാണ് ഉടുപ്പി ടൗൺ. നല്ല മസാല ദോശയൊക്കെ കിട്ടത്തില്ലേ? ഇതെന്താ വെച്ചാൽ ആൾക്കൂട്ടം കാണുന്ന പൂവ് മേടിക്കാൻ, പൂമാല മേടിക്കാനുള്ളവരൊക്കെ. ഉടുപ്പി ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കുറച്ചേറെ ചുറ്റിക്കറങ്ങിയെങ്കിലും അവസാനം ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഉടുപ്പിയിലെ ജയലക്ഷ്മി സിൽക്സ്. ഞങ്ങൾ ഇവിടത്തേക്കാണ് വന്നത്. ഇവിടെ ഈ ജയലക്ഷ്മി സിൽക്സ് ബിൽഡിങ്ങിന്റെ 4 വശത്തായിട്ടും വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടും ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു, ഇനി അകത്തേക്ക് പോവുകയാണ്. മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വിശാലമായൊരു ഷോറൂം തന്നെയാണിത്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇത് കൂടാതെ 5 ഫ്ലോറുകളായിട്ടാണ് ഈ ഒരു ജയലക്ഷ്മി സിൽക്സ് ഇവിടെ ഉള്ളത്. ഓരോ ഫ്ലോറിലേക്കും പോകുന്നതിനായിട്ട് ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട്. വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. ഓരോ ലിഫ്റ്റിന്റെ മുന്നിലും ഇതുപോലെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല നല്ല കുറേയേറെ കളക്ഷൻസ് ഇവിടെ ഉള്ളതായിട്ടും വിലയിൽ അല്പം കുറവുള്ളതുപോലെയും എനിക്ക് തോന്നി. ഇവിടുത്തെ സ്റ്റാഫും നമ്മളോട് നല്ല സഹകരണമാണ്. ഓരോ ഫ്ലോറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അവർ ബാസ്ക്കറ്റിലിട്ട് അവർ തന്നെ അത് തിരികെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിക്കും. നമുക്ക് ബാസ്ക്കറ്റിലിട്ട് കഴിയുമ്പോൾ ഒരു ടോക്കൺ തരും. ഓരോ ഫ്ലോറിൽ നിന്നും നമുക്ക് അങ്ങനെ കിട്ടുന്ന ടോക്കണുകളെല്ലാം കൊണ്ട് താഴെ നമ്മൾ ഈ ബില്ലിംഗ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ തന്നെ നമ്മുടെ ബാസ്ക്കറ്റുകളെല്ലാം കളക്ട് ചെയ്ത് വേഗം നമുക്ക് ബില്ലിംഗ് ഒക്കെ ആക്കി തരും. എടുത്ത സാധനങ്ങളിൽ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കൂടാതെ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ വസ്ത്രം എടുക്കാൻ വരുമ്പോൾ എന്താണേലും കുറച്ചേറെ രൂപയ്ക്കുള്ളത് നമ്മൾ എടുക്കും. 30,000 രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങൾ എടുക്കുന്നവരെ ഇവർ തന്നെ ഈ കിടക്കുന്ന 2 ട്രാവലറുകളിൽ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഭക്ഷണം
ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പാർക്കിങ്ങിലേക്ക് വന്നു. പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ ഇവിടെ വലിയൊരു കിണർ കണ്ടു. ഇത്രയും ചൂടുള്ള ഈ സമയത്ത് കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഞാനൊന്ന് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അങ്ങനെ ജയലക്ഷ്മി സിൽസിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഇനി നേരെ ഉടുപ്പിയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്കാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോകുന്നത്. പ്രശസ്തരായ പല വ്ളോഗേഴ്സും വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടിട്ടാണ് ഉടുപ്പിയിലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് ഞങ്ങളും തീരുമാനിച്ചത് കേട്ടോ. ഈ കാണുന്ന ചെറിയ ഹോട്ടലാണ് ഉടുപ്പിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ തിമ്മപ്പ. ഒരുപക്ഷെ ഞങ്ങളിൽ പലർക്കും ഈ ഹോട്ടൽ പരിചയമുണ്ടാകും. ഹോട്ടലിന്റെ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു നേരെ ഹോട്ടലിന്റെ മുന്നിലേക്ക് വന്നു. ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് കിട്ടുന്നത് ഫിഷ് മീലുകളാണ്. ഇവിടെ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ മീൻ വറക്കുന്നതിന്റെയും പൊരിക്കുന്നതിന്റെയും ഒക്കെ മണം കാരണം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഹോട്ടലിന്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ വാതിലിൽ ഒരാൾ പേപ്പറും പേനയായിട്ടൊക്കെ നിൽപ്പുണ്ട്. വരുന്നവരുടെ പേരും എത്ര ആൾക്കാരുണ്ട് എന്നുള്ള നമ്പരും എഴുതിയിട്ട് അകത്ത് സീറ്റ് കാലിയാവുന്ന അനുസരിച്ചാണ് ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. ഹോട്ടലിൽ AC ഒന്നുമല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. എന്നാൽ അവിടെ ഇവിടെയായിട്ട് കുറെ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല കൊണ്ടു തന്നു, ഇല കഴുകാനുള്ള വെള്ളം തന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു തൊടുകറിയും അച്ചാറും കൊണ്ടുവന്നു, കുടിക്കാനുള്ള വെള്ളവും കൊണ്ടു തന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യണം. ഈ കാണുന്നത് പോലെ ചില സാധനങ്ങളൊക്കെ അവരിങ്ങനെ അടുത്ത് കൊണ്ടുവരും. ഞങ്ങൾ സ്ക്വിഡ് ഗീ റോസ്റ്റും പ്രോൺസ് ഗീ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. മസാലയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവും അധികമില്ലായിരുന്നു. ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ചത്രയും ഇല്ലായിരുന്നു. പിന്നെ ചോറ്, കുത്തരിച്ചോറുണ്ട്, വെള്ളയരിച്ചോറുണ്ട്. ഏതാണോ വേണ്ടുന്നത് അത് വാങ്ങാം. ഒഴിക്കാനായിട്ട് മീൻ്റെ ചാറ് തരും. ഇത് സ്ക്വിഡ് ഗീ റോസ്റ്റ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മഷിമീൻ കൂന്തൽ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഈ സാധനം. പ്രോൺസ് ഗീ റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചോറിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ചൽ ഗീ റോസ്റ്റ് കൂടെ വാങ്ങി. കണ്ടില്ലേ, മസാല കുഴച്ച് വെച്ചേക്കെയാണ്. എന്നാലും എരിവ് നമുക്ക് അത്യാവശ്യം ഉള്ളതേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റുമുണ്ട്. ഇത് നമ്മുടെ നെയ്മീനാണ് ഈ സാധനം കേട്ടോ. നല്ല ചൂടായിട്ട് തന്നെ കിട്ടി. ടേസ്റ്റ് അപാരമായിരുന്നു. കഴിച്ചു തീരാറായപ്പോൾ ഓരോ ഗ്ലാസ് സംഭാരവും കിട്ടി. കയറി ചെല്ലുന്ന വാതിലിൻ്റെ അവിടെ ഇതുപോലെ ഒരു ബോർഡിൽ അതാത് ദിവസത്തെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് വില വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കഴിച്ചതിന് 1020 രൂപയായി. ഓരോന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. സത്യം പറഞ്ഞാൽ പുറത്ത് അരമണിക്കൂറോളം അകത്തേക്ക് കയറുന്നതിന് വേണ്ടി കാത്തു നിന്നു. നല്ല ചൂട് പുറത്തുണ്ട്. ആ ചൂടൊക്കെ സഹിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അതിലും നല്ല ചൂട് കടയുടെ അകത്തുമുണ്ട്. ഫാൻ ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല, അത്രയ്ക്ക് ചൂട്. പിന്നെ ചൂടായിട്ടുള്ള ഫുഡും ഒക്കെ കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് എങ്ങനെയും വെളിയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. ഞങ്ങൾ കഴിച്ച ഭക്ഷണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ സാധാരണ ഒരു കടയിൽ ചെല്ലുമ്പോൾ ഒരു മീൽസ് വാങ്ങിയാൽ 60 രൂപ അല്ലെങ്കിൽ 70 രൂപ കൊടുത്തൊരു മീൽസ് വാങ്ങുമ്പോൾ കുറേയേറെ അത്യാവശ്യം വേണ്ടുന്ന സൈഡ് ഡിഷുകളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. ബാക്കിയുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ സ്പെഷ്യൽ റേറ്റിൽ വാങ്ങുന്നത്. ഇവിടുത്തെ ഈ ഒരു മീൽസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ചോറും ഒരു തൊടുകറിയും അച്ചാറും ആ മീൻ്റെ ചാറും മാത്രമാണ് 40 രൂപയ്ക്ക് തരുന്നത്. ആ മീൽസിൻ്റെ വില 40 രൂപയാണ്. പിന്നെ സ്ക്വിഡ് ഗീ റോസ്റ്റ് വാങ്ങിയതിന് 140 രൂപയും പ്രോൺസ് ഗീ റോസ്റ്റിന് 200 രൂപയുമാണ്. അഞ്ചൽ ഗീ റോസ്റ്റിന് 260 രൂപയും. പിന്നെ സംഭാരം കൊണ്ട് തന്നപ്പോൾ ഞങ്ങൾ കരുതിയത് ഇത് ചോറിൻ്റെ ഒപ്പം ഉള്ളതാണ്, ഫ്രീ ആയിട്ടുള്ളതാണെന്ന്. പക്ഷേ അതിന് ഒരു ഗ്ലാസ്സിന് 10 രൂപയാണ്. അപ്പോൾ ഈ പൊതുവേ കണ്ടിട്ടുള്ളതും ഓരോ വീഡിയോകളിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഫുഡ് നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റുള്ള കടകളിൽ നിന്നും എന്തൊക്കെ കൊണ്ടാണ് ഇത് ഇത്രയും പ്രശസ്തമായെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എൻ്റെ മാത്രം അഭിപ്രായമാണ്. വെജിറ്റേറിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ വിഭവങ്ങൾ വളരെ കുറവാണ് കണ്ടത്. കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ ഫിഷ് വിഭവങ്ങളാണുള്ളത്. പിന്നെ ഈ കട ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയും വൈകിട്ട് 7 മണി തൊട്ട് രാത്രി 10 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് നേരെ മാംഗ്ലൂരിന് പോവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാട്ടിലും മേട്ടിലൂടെയൊക്കെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തിരിച്ചുവിടാനൊക്കെ നോക്കി. ഞങ്ങൾ നേരെ NHലേക്ക് കയറി വെച്ച് പിടിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടും അമ്മച്ചി പറയുന്നതനുസരിച്ച് തിരിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുക. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ നാട്ടിലെ NHലേക്ക് കയറിയിട്ടും കാര്യമില്ല. കണ്ടില്ലേ, ഫാസ്റ്റ് ട്രാക്കിലൂടെ പോകുന്നത് വളരെ സ്പീഡ് കുറച്ച് പോകുന്ന ട്രക്കുകളും ലോറികളും ഒക്കെയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പം. ലെയിൻ ഡിസിപ്ലിൻ എന്താണെന്ന് പോലും ചില ഡ്രൈവർമാർക്ക് അറിയുകയേ ഇല്ല. മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് ഗോവ, കർണാടക, നമ്മുടെ കേരളത്തിലൂടെ കടന്ന് കന്യാകുമാരി വരെ പോകുന്ന NH66 ആണ് ഇത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ 6 വരിയായിട്ട് നല്ല രീതിയിൽ വികസനം നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇന്ന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉടുപ്പി യാത്രയും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.
ലിൻഡ വർഗീസ്.